ബിഗ് ബോസിൽ ഇന്നലത്തെ എപ്പിസോഡിൽ അനുമോള് ആ ഒരു കിച്ചണിൽ നിന്ന് വഴക്കുണ്ടാക്കുന്ന ഒരു സീനാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ അതിനെ പറ്റിയിട്ട് പിന്നെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഹൗസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് അനുമോളുടെ ഭാഗത്ത് തന്നെയാണ് ന്യായമായിട്ട് തോന്നുന്നത്. കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്, അതില്ല എന്ന് പറയുന്നില്ല. കാരണം ചില ആൾക്കാർക്കുള്ളതാണ്, അവർ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് തന്നെ സെർവ് ചെയ്യണം എന്നുള്ളത്. കാരണം അത് അവർക്കറിയാം അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇവിടെ അനുമോൾ ചെയ്തത് അവർക്ക് വിളമ്പാനുള്ളൊരു സ്വാതന്ത്ര്യം കൊടുക്കുക, പക്ഷേ അത് ചെയ്തില്ല. പക്ഷേ അനുമോൾ എല്ലാവർക്കും ഒരേ രീതിയിൽ തന്നെയാണ് എല്ലാവരുടെ പ്ലേറ്റിലും ഒരേ ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് ഫുഡ് ഉള്ളത്. പിന്നെ കുറച്ച് അവിടെ എടുത്തു വെച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇനി എക്സ്ട്രാ ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാമെന്നുള്ള ആ ഒരു രീതിയിലാണ് എക്സ്ട്രാ അവിടെ എടുത്തു വെച്ചത്. പക്ഷേ ഇതൊന്നും ചെയ്യാതെ ആദില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നതാണ് ശരിക്കും ഒരു തീരെ അങ്ങനെ എന്ത് ജോലിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിലും അന്നേരം ചെയ്യാൻ തീരെ സൗകര്യമില്ല ഒരാളാണ് ആദില. അപ്പം ആദില പറഞ്ഞു എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ അത് വിളമ്പാനും ഇപ്പം അനുവിനെ അറിയാമല്ലോ. കാരണം അതിനിപ്പം ആദില വരേണ്ട ആവശ്യമില്ല. അപ്പം അതിൻ്റെ മേലാണ് അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് മുൻപ് വരെ ഇവർ മൂന്നാളും ഒരേ സ്വരം എന്ന് പറഞ്ഞ പോലെ നടന്ന വ്യക്തികളാണ്. അപ്പോൾ അനു നല്ല ടൈമിലിരുന്നപ്പം അനു കുറേ കാര്യങ്ങൾ അനുവിൻ്റെ പേഴ്സണലായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവളോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അനീഷിനോട് പറയുന്നുണ്ട്. പക്ഷേ ഈ തെറ്റിയ സമയത്ത് നൂറ പറയുന്നുണ്ട് പറയട്ടെ എന്ന്. അപ്പോൾ ഇവർ രണ്ടാളും ശരിക്കും ഫേക്കായിട്ടുള്ള പേഴ്സണാലിറ്റീസാണ്. കാരണം ഇവരെ ഒരു വീട്ടിലെ തന്നെ രണ്ടാളെ ബിഗ് ബോസിൽ കൊണ്ടുവരേണ്ട ഒരാവശ്യമില്ല. ഒരാളെ തന്നെ കൊണ്ടുവന്നാൽ മതിയല്ലോ. കാരണം രണ്ടാളാകുമ്പോൾ അവരുടെ സ്ട്രെങ്ത്ത് കൂടും, അവർക്ക് എന്തും പറയാമെന്നുള്ളൊരു ധൈര്യം ഓട്ടോമാറ്റിക്കലി വരും. പിന്നെ ഇപ്പോൾ ഫൈനൽ 5ലേക്ക് വന്ന ആ ഒരു ചെറിയൊരിതും നൂറൊക്കെ ഉണ്ട്. പൊരുതി നേടിയൊരു വിജയം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇങ്ങനെ ഈ ഒരു പ്രശ്നങ്ങൾ എപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാവാറുള്ളതാണ്. കാരണം അതിൻ്റെ മുൻപ് നൂറനെ വെസലിൻ്റെ ഒരു ആവശ്യത്തിന് വിളിച്ചപ്പോൾ നൂറ പോയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാൻ വന്ന് കഴുകുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് അനീഷ് അവരവിടെ ഒരു മീറ്റിംഗ് വിളിച്ച് ചോദിക്കുമ്പോൾ നൂറ ബബബ അടിക്കുന്നുണ്ട്. ഇതേ ഇതന്നെയാണ് ആദിലയും പറയാറുള്ളത്. പക്ഷേ ആദില അവിടെ ഉപയോഗിച്ച മോശം വാക്കുകൾ, അനുവിനെ കള്ളി എന്നൊക്കെ വിളിച്ചിട്ട് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് ആദില പറഞ്ഞിട്ടുള്ളത്. അനു പറയുന്നത് എന്ത് കണ്ടിട്ടാണ് എൻ്റെ കൂടെ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായെന്നാണ്. കാരണം അനുവിൻ്റെ ഫെയിം കണ്ടിട്ടായിരിക്കും ഇവർ നിൽക്കുന്നത്. ഇവരും ഫെയിമാണ്, പക്ഷെ അത് നല്ല രീതിക്കുള്ള ഫെയിം അല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ബിഗ് ബോസ് ഹൗസ് നമ്മൾ തുടക്കം മുതൽ കാണുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, അവിടെ അനുമോളോ അനീഷോ എന്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെ ഭയങ്കര പുച്ഛിച്ച് തള്ളുന്നതായിട്ടാണ് ബാക്കി കണ്ടസ്റ്റൻസ് ചെയ്യുന്നത്. കാരണം അനീഷ് പോയിൻറ്റ്സ് കുറച്ച് ലാഗ് അടിച്ചാലും പോയിൻറ്റ്സ് അനീഷ് പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് അനുമോളും പറയാറുള്ളത്. പക്ഷേ ഇവരെന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഭയങ്കര പുച്ഛാണ്. കാരണം ഇന്നലെ അനീഷ് ചോദിക്കുന്നുണ്ട് അനുമോൾ എന്ത് തെറ്റാണ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ അനീഷിനോട് നൂറ പറയുന്നുണ്ട് വർത്തമാനം പറയാതെ അവിടെ ഇരിക്കുന്ന അങ്ങനെ എന്തോ ഒരു പുച്ഛത്തിൽ പറയുന്നുണ്ട്. അക്ബർ പിന്നെ എന്നോ അനു പറഞ്ഞ നോട്ടം ശരിയില്ല എന്നുള്ള ആ ഒരു പോയിന്റിൽ തന്നെ പിടിച്ചിട്ട് എപ്പം അനുവിനെ അടിക്കാനായിട്ട് എവിടെന്നെങ്കിലും ഒരു വടി കിട്ടിയാൽ അതുകൊണ്ട് നല്ല തലങ്ങും വിലങ്ങും അടിക്കുന്നതാണ് അക്ബറിൻ്റെ ഒരു സ്വഭാവം. ഇതേ സെയിം തന്നെയാണ് സാബുമോൻ. കാരണം അപ്പുറവും ഇപ്പുറവും നിന്നിട്ട് പറയുന്നുണ്ട്. അനുമോളോട് പോയിട്ട് അനുമോളുടെ സൈഡ് പറയും, മറ്റവരോട് പോയിട്ട് മറ്റവരുടെ സൈഡ് പറയും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നടക്കുന്നത്. പക്ഷേ ഇപ്പം അവിടെ ആ ഒരു 100 ഡേയ്സും ഇപ്പം 80+ ആണെന്ന് തോന്നുന്നു. അപ്പം ആ ഒരു ഇതിലും ജെനുവിനായിട്ടുള്ളത് തോന്നുന്നത് അനീഷും അനുമോളും തന്നെയാണ് തോന്നുന്നത്. കിച്ചണിൽ നിന്ന് മാറി ഞാൻ വെസൽ കഴുകിക്കോളാം എന്ന് അനുമോൾ പറയുന്നുണ്ട്. ഞാൻ രാത്രി കഴുകുമെന്നും പറയുന്നുണ്ട്. തീരെ ഞാൻ ജോലി എടുക്കൂല എന്നുള്ള ആ ഒരു കാര്യം അനുമോൾ അവിടെ പറയുന്നില്ല. ആ ഒരു കാര്യം പറഞ്ഞതിന് ഇവർ നന്മമരം, കുലസ്ത്രീ, പിന്നെ കള്ളി, അങ്ങനെ പല പല വേർഡുകളാണ് പിന്നെ അക്ബറും ആദിലയും കൂടി പറയുന്നത്. അതിലൊക്കെ വെറും പിന്നിൽ നിന്ന് കുത്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദിലയും നൂറയും ശരിക്കും അത് തന്നെയാണ്. അവർ ശരിക്കും ഫേക്കായിട്ടുള്ള രണ്ട് ആൾക്കാർ തന്നെയാണ്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. അതിലെപ്പോഴും അനുവിനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും ഒരു കുറ്റം പറയുന്നുണ്ടെങ്കിൽ അത് നല്ലോണം സപ്പോർട്ട് ചെയ്ത് കൊടുക്കലാണ് ചെയ്യാറുള്ളത്. അല്ലാതെ അനു അങ്ങനെയല്ല. ഇപ്പോൾ നമുക്ക് നല്ല ആത്മാർത്ഥമായിട്ട് നമുക്കൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടാവില്ല അല്ലെ ആ ഫ്രണ്ടിനെ പറ്റി മറ്റുള്ളവർ കുറ്റം പറയുന്നത്. കുറ്റമാണെങ്കിൽ കൂടിയിട്ട് നമ്മളെന്താക്കും, അവരുടെ മുന്നിൽ നമ്മൾ ആ ഒരു പറയില്ല. നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ കൂടിയിട്ട് നമ്മൾ പറയില്ല, നമ്മളത് മനസ്സിൽ വെക്കത്തേ ഉള്ളൂ. പക്ഷേ അങ്ങനെയല്ല. അത് അവിടെ പബ്ലിക്കായിട്ട് പറയും അനു നന്മമരം കളിക്കുകയാണ്, കുലസ്ത്രീയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് പരസ്യമായിട്ട് പറയും. എന്നിട്ട് പിന്നെ അനുവിനോട് ഒട്ടാനായിട്ട് വന്ന് നിൽക്കുകയും ചെയ്യും.